ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ, എന്നാലോ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി കൊത്തി അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അതുപോലെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതുമാണ് ചേർക്കുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. വലിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്തുണ്ടാവും. ക്യാരറ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, അധികം സമയമൊന്നും വഴറ്റണ്ട. പിന്നെ ഞാനിതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇനിയിപ്പോൾ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ചാട്ട് മസാലയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം ഉടച്ചെടുത്തതാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. പൊട്ടറ്റോയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക ഈ സമയത്ത്. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കുക. കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡിൻ്റെ അരികവശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. കൂടുതൽ സമയമൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളയുക. അപ്പോൾ ബ്രെഡ് നല്ലൊരു ഷീറ്റ് പോലെ കുതിർന്ന് നനഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ ബോൾ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബോൾ വെച്ചിട്ട് ഈ ബ്രെഡ് കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ബോളിൻ്റെ ഷേപ്പിൽ തന്നെ വീണ്ടും ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ബ്രെഡ് നനഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ അരികുവശം കട്ട് ചെയ്ത് മാറ്റിയത് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്കിന് നല്ലൊരു കോട്ടിങ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇനി നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കും. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിയും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഒരു സ്നാക്ക് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് പൊട്ടറ്റോ ബോളാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡിൻ്റെ മധുരവും ഉള്ളിലുള്ള ഫില്ലിങ്സിൻ്റെ ഒരു എരിവും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്